Next theorem, the following statements are equivalent. ഇവിടെ മൂന്ന് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റും ഈക്വലന്റ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈക്വലന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എ ഇംപ്ലൈസ് ബി, ബി ഇംപ്ലൈസ് സി, സി ഇംപ്ലൈസ് എ. അതായത് ഇതെല്ലാം എസ് കൗണ്ടബിൾ സെറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ there exists a surjection of n onto s ആയിരിക്കും. There exists an injection of s into n ആയിരിക്കും. അതുപോലെ തന്നെ there exists a surjection of n onto s തന്നു കഴിഞ്ഞാൽ ഈ s കൗണ്ടബിൾ ആയിരിക്കും. s എന്ന n-ലേക്ക് ഒരു ഇഞ്ചക്ഷൻ ഉണ്ടാകും. അതുപോലെ തന്നെ there exists an injection of s into n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ s കൗണ്ടബിൾ ആയിരിക്കും. there exists a surjection of n onto s ആയിരിക്കും. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആയിരിക്കും. ഇതുണ്ടെങ്കിൽ ഇതുണ്ട്, ഇതുണ്ടെങ്കിൽ ഇതുണ്ട്, ഇതുണ്ടെങ്കിൽ ഇതുണ്ട്, അങ്ങനെ എല്ലാം ഒന്നുണ്ടെങ്കിൽ മറ്റേത് രണ്ട് കണ്ടീഷൻസും ഉണ്ടായിരിക്കും. സോ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ആക്ച്വലി ഇതിൻ്റെ മീനിങ് എ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ബി, ബി ഇഫ് ആൻഡ് ഓൺലി ഇഫ് സി, സി ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ, ഇത്രയും കാര്യങ്ങൾ ഇതിൽ നിന്ന് മീൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് തിയറം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൂവ് ചെയ്യുന്ന കാര്യം എ ഇംപ്ലൈസ് ബി പ്രൂവ് ചെയ്യും, ബി ഇംപ്ലൈസ് സി പ്രൂവ് ചെയ്യും, സി ഇംപ്ലൈസ് എ പ്രൂവ് ചെയ്യും. ഈ മൂന്ന് കാര്യങ്ങൾ പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രൂവ് ചെയ്യുന്ന കാര്യം ഈ ത്രീ സ്റ്റേറ്റ്മെന്റ്സും ഈക്വലന്റ് ആണെന്നാണ്. അപ്പം നമുക്ക് ഇത്രയും മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എ ഇംപ്ലൈസ് ബി പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എ ഇംപ്ലൈസ് ബി എന്ന് പറയുമ്പോൾ എ നമ്മൾ സപ്പോസ് ചെയ്യും, അതായത് എസ് കൗണ്ടബിൾ സെറ്റ് ആണെന്ന് എടുക്കും. എന്നിട്ട് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ദർ എക്സിസ്റ്റ് എ സർജക്ഷൻ ഓഫ് എൻ ഓൺ ടു എസ് എന്നാണ്. അപ്പം നമ്മൾ എസ് കൗണ്ടബിൾ സെറ്റ് ആണെന്ന് എടുത്തു. അപ്പോൾ എസ് കൗണ്ടബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എസ് ചിലപ്പം ഫൈനൈറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ എസ് ഡെന്യൂമറബിൾ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് എസ് ഫൈനൈറ്റ് ആണെന്നുള്ള കേസ് എടുക്കണം. എസ് ഫൈനൈറ്റ് ആണെങ്കിൽ നമുക്കറിയാം ഒരു ബൈജക്ഷൻ ഉണ്ടാകും. എവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു സം എൻ എന്ന് എസ്സിലേക്ക് ഒരു ബൈജക്ഷൻ ഉണ്ടാകും. ഫോർ സം എൻ ബിലോങ്സ് ടു എൻ. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം എന്താ? ദർ എക്സിസ്റ്റ് എ സർജക്ഷൻ ഓഫ് എൻ ഓൺ ടു എസ്. അതായത് എൻ എന്ന് എസ്സിലേക്ക് ഒരു സർജക്ഷൻ, ഒരു ഓൺ ടു മാപ്പ് ഉണ്ട് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ഇവിടെ നമ്മുടെ കയ്യിലുള്ളത് എൻ എന്ന് എസ്സിലേക്ക്, അതായത് സെറ്റ് 1 2 3 അപ് ടു സ്മോൾ എൻ, അതുവരെയുള്ള എലമെൻസുകൾ എസ്സിലേക്ക് മാപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണ്ടത് നാച്ചുറൽ നമ്പേഴ്സിനെ എസ്സിലേക്ക് മാപ്പ് ചെയ്യലാണ്. അപ്പം നാച്ചുറൽ നമ്പേഴ്സിലാണെങ്കിൽ 1 മുതൽ അങ്ങനെ ഇൻഫിനിറ്റി വരെ അങ്ങനെ പോവുകയാണ്. അപ്പോൾ അതിനൊക്കെ ഒരു ഇമേജ് വേണം. അത് എസ്സിലുള്ള എല്ലാ എലമെൻസിലേക്കും മാപ്പ് ചെയ്യുകയും വേണം. അപ്പോൾ ഇവിടെ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ബൈജക്ഷൻ ആയതുകൊണ്ട് ഇത് ഓൺ ടു ആയിരിക്കും. ബൈജക്ഷൻ ആയതുകൊണ്ട് ഇത് സർജക്ഷൻ ആയിരിക്കും. സർജക്ഷൻ ആയിരിക്കും മീൻസ് എസ്സിലുള്ള എല്ലാ എലമെൻസിനും പ്രീ ഇമേജസ് ഇവിടെ ഉണ്ടാകും. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ എൻ എന്ന് എസ്സിലേക്ക് ഒരു സർജക്ഷൻ ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. ഞാൻ ആ സർജക്ഷനെ ക്യാപിറ്റൽ എച്ച് എന്ന് പേര് വിളിക്കുന്നു. എൻ എന്ന് എസ്സിലേക്ക് ഡിഫൈൻ ചെയ്യാണ്. അപ്പോൾ ഞാനിവിടെ ഒരു നാച്ചുറൽ നമ്പർ സേ കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കെ ചിലപ്പം 1 മുതൽ n വരെയുള്ള എലമെൻസിൽ ഏതെങ്കിലും ഒന്നാവാം. അങ്ങനെ ആകുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് ആ എലമെൻറ്റിന് അണ്ടർ എച്ച് ഇവിടെ ഒരു ഇമേജ് കിട്ടും എസ്സിൽ. അപ്പം അത് ഞാൻ, അതായത് കെൻ്റെ വാല്യൂ 1 മുതൽ n വരെയാകുന്ന സമയത്ത് ഞാൻ എച്ച് ഓഫ് കെ ആയിട്ട് ക്യാപിറ്റൽ എച്ച് ഓഫ് കെനെ ഡിഫൈൻ ചെയ്യുന്നു. അങ്ങനെ അല്ലാത്ത കേസിൽ, അതായത് ഈ എടുക്കുന്ന കെ എന്നിനേക്കാളും വലുതാണെങ്കിൽ ആ അങ്ങനെയുള്ള എല്ലാ കെകൾക്കും ഞാൻ ഇതിൻ്റെ ഇമേജ് ആയിട്ട് എച്ച് ഓഫ് എന്നിനെ ഫിക്സ് ചെയ്യുന്നു. ഇപ്പം ഇത് ഒരു ഫങ്ഷനാണ്, അതായത് ചെയ്തിരിക്കുന്ന ഇതാണ്.
നമുക്ക് 1 2 3 എക്സെട്ര n വരെ നമ്മൾ ഇത് n ഇതിൽ ഇത്രയും nn ആണ്. ഈ nn-ന് s-ലേക്ക് നിങ്ങളിങ്ങനെ മാപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. s1 s2 എക്സെട്ര sn, അല്ലെങ്കിൽ h of s1 h of s2 എക്സെട്ര h of sn. ഇപ്പോൾ എസ്സിലുള്ള എല്ലാ എലമെൻസിനും പ്രീ ഇമേജ് ഉണ്ട്. ഞാൻ എന്നിട്ട് അത് വെച്ചിട്ട് ക്യാപിറ്റൽ H ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിലത്തെ എലമെൻസിനൊക്കെ ഇങ്ങനെ തന്നെ മാപ്പിംഗ് കൊടുക്കുന്നു. ബാക്കി വരുന്ന ബാക്കിയുള്ള എലമെൻസിനെയൊക്കെ ഇവിടെയുള്ള h of n-ലേക്ക്, എല്ലാത്തിനെയും ഒരു എലമെൻറ്റിലേക്ക് മാപ്പിംഗ് കൊടുക്കുന്നു. എല്ലാത്തിനും ഒരു എലമെൻറ്റ്, ഇവിടെ ഒരു h of n ഉണ്ടോ, അതിലേക്ക് ബാക്കി n-ലുള്ള എല്ലാ എലമെൻസിനെയും ഇങ്ങോട്ടേക്ക് മാപ്പ് ചെയ്യുന്നു. അപ്പോഴും ഈ മാപ്പ് എങ്ങനെയാണ്? സർജക്റ്റീവ് ആണ്. കാരണം എസ്സിലുള്ള എല്ലാ എലമെൻസിനും പ്രീ ഇമേജസ് ഉണ്ട്. സോ ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ വിച്ച് ഇസ് എ സർജക്ഷൻ ഓൺ ടു. സോ എസ് ഫൈനൈറ്റ് ആവുന്ന കേസിൽ നമ്മൾ ഒരു സർജക്ഷൻ കണ്ടുപിടിച്ചു. n-ലേക്ക് ഒരു സർജക്ഷൻ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എസ് ഡെന്യൂമറബിൾ ആണ് എന്നുള്ള കേസ് എടുക്കുന്നു. എസ് ഡെന്യൂമറബിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് അവിടുന്ന് ഡെന്യൂമറബിളിൻ്റെ മീനിങ് n-ന്ന് s-ലേക്ക് ഒരു ബൈജക്ഷൻ ഉണ്ട് എന്നാണ്. ആ ബൈജക്ഷൻ സേ h ആണെന്ന് വിചാരിക്കുക. ഈ h ബൈജക്ഷൻ ആണെങ്കിൽ ആ ബൈജക്ഷൻ സർജക്ഷനും ആയിരിക്കും. സോ അവിടുന്ന് ഒബ്വിയസ് ആയിട്ട് n-ന്ന് s-ലേക്ക് നിങ്ങൾക്കൊരു ബൈജക്ഷൻ കിട്ടി. സോ നമ്മൾ എ അസ്യൂം ചെയ്തു, ബി പ്രൂവ് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ബി ഇംപ്ലൈസ് സി എന്നുള്ള പാർട്ട് പ്രൂവ് ചെയ്യുന്നു. ബി ഇംപ്ലൈസ് സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യുന്ന കാര്യം ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ there exists a bijection. ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ there exists a surjection from n on to s എന്നാണ്. സർജക്ഷൻ n on to s. ഞാൻ അങ്ങനെ ഒരു സർജക്ഷൻ ഉണ്ട് എന്ന് അസ്യൂം ചെയ്യുന്നു. അതിനെ h എന്ന് വിളിക്കുന്നു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം s-ന്ന് n-ലേക്ക് തിരിച്ച് s-ന്ന് n-ലേക്ക് ഒരു ഇഞ്ചക്ഷൻ ഉണ്ട് എന്നാണ് സി പറയുന്നത്. അപ്പം നമ്മൾ s-ന്ന് n-ലേക്ക് ഒരു ഇഞ്ചക്ഷൻ പറയണം. അപ്പം തിരിച്ച് ഇവിടുന്ന് ഇങ്ങോട്ടാണ് നമുക്ക് ഫങ്ഷൻ കിട്ടേണ്ടത്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഞാനിങ്ങനെ ഒരു സർജക്ഷൻ n-ന്ന് s-ലേക്ക് ഉണ്ട് എന്ന് എടുത്തു. അതിനുശേഷം സർജക്ഷൻ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു എലമെന്റ് സേ സ്മോളസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഇതിപ്പോൾ ഓൺ ടു മാപ്പിംഗ് ആണ്, ഓൺ ടു ഇൻജക്റ്റീവ് അല്ല. അപ്പം ഓൺ ടു മാപ്പിംഗ് ആവുന്ന സമയത്ത് ഇത് n-ഉം ഇത് s-ഉം ആണെങ്കിൽ ഇവിടുത്തെ എല്ലാ എലമെന്റിനും പ്രീ ഇമേജസ് ഉണ്ടാവും. പക്ഷെ അത് ഒന്നാണോ എന്ന് അറിയില്ല, ചിലപ്പോൾ ഒന്നിലധികം ഉണ്ടല്ലോ. ഞാനിവിടെ ഒരു സ്മോളസ് എടുക്കുന്നു. സ്മോളസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാപ്പിംഗ് h ആണ്. അപ്പം ഇവിടെ ഒരു h of n s-ലേക്ക് മാപ്പ് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ ഒരു n1 h of n1 s ആയിരിക്കും, h of n2 s ആയിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ h of n s ആകാൻ സാധ്യതയുള്ള h of n s ആകുന്ന എല്ലാ n-കളും കളക്ട് ചെയ്യണം. ഇതാണ് ഈ സെറ്റ്. n belongs to n such that h of n equal to s. അതായത് s-ന്റെ പ്രീ ഇമേജസ് h-ന്റെ, അല്ലെങ്കിൽ നമ്മൾ h-ന്റെ ഇത് ബൈജക്ഷൻ എന്ന് പറയാൻ പറ്റില്ല. ഇത് ബൈജക്ഷൻ അല്ലാത്തത് കൊണ്ട് ഇൻവേഴ്സ് ഫങ്ഷൻ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ മുന്നേ ഫസ്റ്റിൽ ഇൻവേഴ്സ് പഠിക്കുന്നതിന് മുന്നേ ഒരു ഡെഫിനിഷൻ പഠിച്ചിരുന്നു, h ഇൻവേഴ്സ് s എന്ന് പറയുന്ന സെറ്റ്. അതായത് ഇതിൻ്റെ പ്രീ ഇമേജസുകൾ. അതാണ് സെറ്റ് ഓഫ് ഓൾ n belongs to n such that h of n equal to s. ഈ സെറ്റ് h ഇൻവേഴ്സ് ഓഫ് s കൺസിഡർ ചെയ്യുന്നു. അപ്പം ഈ മാപ്പിംഗ് h ഓൺ ടു ആയതുകൊണ്ട് ഇതിലത്തെ എല്ലാ എലമെന്റ്സിനും എന്തായാലും പ്രീ ഇമേജസ് ഉണ്ട്. അതുകൊണ്ട് ഈ സെറ്റിൽ എപ്പോഴും അറ്റ്ലീസ്റ്റ് ഒരു എലമെന്റ് എങ്കിലും ഉണ്ടാവും. അതുകൊണ്ട് ഈ h ഇൻവേഴ്സ് ഓഫ് s എന്ന് പറയുന്നത് നോൺ എംപ്റ്റി ആയിരിക്കും. ഓൾസോ h ഇൻവേഴ്സ് ഓഫ് s എന്ന് പറയുന്നത് അത് ഇവിടെയാണ് വരുന്നത്. ഇതെന്ന് പറയുന്നത് n ആണ്. സോ ഇത് n-ന്റെ സബ്സെറ്റ് ആയിരിക്കും, ഇത് നോൺ എംപ്റ്റി ആയിരിക്കും. സോ h ഇൻവേഴ്സ് ഓഫ് s എന്ന് പറയുന്നത് n-ന്റെ നോൺ എംപ്റ്റി സബ്സെറ്റ് ആണ്. നമ്മൾ വെൽ ഓർഡറിംഗ് പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട് n-ന്റെ നാച്ചുറൽ നമ്പേഴ്സിന്റെ ഏത് നോൺ എംപ്റ്റി സബ്സെറ്റിനും ഒരു ലീസ്റ്റ് എലമെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും.
ആ ലീസ്റ്റ് എലമെന്റ്, അതായത് എച്ച് ഇൻവേഴ്സ് ഓഫ് എസ്സിലെ, അതായത് ഈ എസ്സിലേക്ക് മാപ്പ് ചെയ്തിരിക്കുന്ന ഇവിടെയുള്ള ഈ എന്നുകളുടെ അതിലത്തെ ലീസ്റ്റ് എലമെന്റ് നിങ്ങൾക്ക് പറയാൻ പറ്റും. ആ ലീസ്റ്റ് എലമെന്റിനെ ഞാൻ സ്മോൾ എസ് ഡാഷ് എന്ന് വിളിക്കുന്നു. അതിനുശേഷം ഞാനൊരു മാപ്പ്, അതായത് നമ്മുടെ ഉദ്ദേശം എന്താ, നമുക്ക് തിരിച്ച് എസ് എന്ന് എന്നിലേക്ക് ഒരു ഇഞ്ചക്ഷൻ കിട്ടലാണ്. അപ്പോൾ അങ്ങനെ ഒരു മാപ്പ് ആദ്യം നമ്മൾ ഡിഫൈൻ ചെയ്തിട്ട് അത് ഇഞ്ചക്ഷൻ ആണെന്ന് പറയണം. സോ ഞാൻ അങ്ങനെ ഒരു മാപ്പ് H1 എസ് എന്ന് എന്നിലേക്ക് ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. ഇത് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടെ ഞാൻ ഒരു സ്മോൾ എസ് എടുക്കുന്നു. സ്മോൾ എസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ H1 ഓഫ് എസ് എന്ന് പറയുന്നത് നമ്മളെ ആ എസ് ഈ എസ്സിലെ എലമെന്റ് ആവുന്ന സമയത്ത് അതിൻ്റെ പ്രീ ഇമേജസുകളിൽ നിങ്ങളെടുത്ത ഈ ലീസ്റ്റ് എലമെന്റ് എസ് ഡാഷ്, അത് എവിടുത്തെ എലമെന്റ് ആയിരിക്കും, അത് എന്നിലെ എലമെന്റ് ആയിരിക്കും. ആ എസ് ഡാഷിനെ ഇതിൻ്റെ ഇമേജ് ആയിട്ട് സെറ്റ് ചെയ്യുന്നു. അതായത് ഞാൻ ഫംഗ്ഷൻ എസ് എന്ന എന്നിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഇങ്ങനെയാണ്, H1 ഓഫ് എസ് ഈസ് ഈക്വൽ ടു എസ് ഡാഷ്, വേർ എസ് ഡാഷ് ഈസ് ദി ലീസ്റ്റ് എലമെന്റ് ഇൻ ദി സെറ്റ് H ഇൻവേഴ്സ് ഓഫ് എസ്. ഇപ്പം നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. ഇനി ഇത് ഇഞ്ചക്ഷൻ ആണെന്നും കൂടി പ്രൂവ് ചെയ്താൽ മതി. ഇപ്പം ഇഞ്ചക്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ രണ്ട് എലമെന്റ് എസും ടിയും എടുക്കുന്നു, സച്ച് ദാറ്റ് H1 ഓഫ് എസ് ഈക്വൽ ടു H1 ഓഫ് ടി എന്ന് എടുക്കുന്നു. H1 ഓഫ് എസ് എന്ന് പറയുന്നത് എസ് ഡാഷ് ആണ്. H1 ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഈ പറയുന്നത് പോലെ ഇവിടെ ഒരു ടി ഉണ്ടാവും. ടീൻ്റെ ഇൻവേഴ്സ് ഇമേജസുകളൊക്കെ ഇവിടെ കളക്ട് ചെയ്യുക എന്നിൽ അതിലത്തെ ലീസ്റ്റ് എലമെന്റ് ഉണ്ടാവും. ആ ലീസ്റ്റ് എലമെന്റിനെ ഞാൻ ടി ഡാഷ് എന്ന് വിളിക്കും. അപ്പോൾ ആ ടി ഡാഷ് ആയിരിക്കും H1 ഓഫ് ടി. അപ്പം നിങ്ങൾക്ക് കിട്ടി എസ് ഡാഷ് ഈക്വൽ ടു ടി ഡാഷ്. ഇനി ഈ എസ് ഡാഷും ടി ഡാഷും എവിടുത്തെ എലമെന്റ്സ് ആണ്, നാച്ചുറൽ നമ്പേഴ്സ് ആണ്, എന്നിലുണ്ട്. എന്നിലുണ്ടെങ്കിൽ അതിന് ഇമേജസ് ഉണ്ടാവും എസ്സിൽ. സോ ആ ഇമേജസ് എച്ച് ഓഫ് എസ് ഡാഷ്, എച്ച് ഫംഗ്ഷൻ ആയതുകൊണ്ട് എസ് ഡാഷ് ഈക്വൽ ടു ടി ഡാഷ് ആണെങ്കിൽ എച്ച് ഫംഗ്ഷൻ ആവണമെന്നുണ്ടെങ്കിൽ എച്ച് ഓഫ് എസ് ഡാഷ് ഈക്വൽ ടു എച്ച് ഓഫ് ടി ഡാഷ് ആയിരിക്കണം. ദ റീസൺ സിൻസ് എച്ച് ഇസ് എ ഫംഗ്ഷൻ, അതുകൊണ്ടാണ് ഇതിങ്ങനെ എഴുതാൻ പറ്റിയത്. ഇനി എച്ച് ഓഫ് എസ് ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? എച്ച് ഓഫ് എസ് ഡാഷ്, ഇവിടെ എസ് ഡാഷ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു മീനിങ്? എസ്സിലേക്ക് മാപ്പ് ചെയ്തിട്ടുള്ള എല്ലാ എലമെന്റ്സുകളുടെയും ലീസ്റ്റ് എലമെന്റ്. അപ്പോൾ ആ ലീസ്റ്റ് എലമെന്റും എവിടേക്കായിരിക്കും മാപ്പ് ചെയ്തിട്ടുണ്ടാവുക? അത് ഈ N1 N2 ഏതോ ഒരു എലമെന്റ് ആയിരിക്കും. അപ്പോൾ ആ എലമെന്റ് മാപ്പ് ചെയ്യുക എസ്സിലേക്ക് തന്നെയായിരിക്കും. സോ എച്ച് ഓഫ് എസ് ഡാഷ് എന്ന് പറയുന്നത് എസ് ആയിരിക്കും. എച്ച് ഓഫ് ടി ഡാഷ് എന്ന് പറഞ്ഞാൽ ഈ ടിയിലേക്ക് മാപ്പ് ചെയ്തിട്ടുള്ള കുറേ എലമെന്റ്സുകൾ ഉണ്ടാവും. ആ എലമെന്റ്സുകളിലെ ലീസ്റ്റ് എലമെന്റ് ഉണ്ടാവും. ആ എലമെന്റിനെയാണ് നിങ്ങൾ ടി ഡാഷ് എന്ന് കൊടുത്തത്. അപ്പോൾ ടി ഡാഷ് മാപ്പ് ചെയ്യുന്നത് എങ്ങോട്ടായിരിക്കും? ടിയിലേക്കായിരിക്കും. സോ നിങ്ങൾക്ക് കിട്ടും ടി എന്ന്. സോ എസ് ഈക്വൽ ടു ടി. നമ്മൾ എടുത്തത് H1 ഓഫ് എസ് ഈക്വൽ ടു H1 ഓഫ് ടി എന്നായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് എസ് ഈക്വൽ ടു ടി എന്ന് കിട്ടി. ദാറ്റ് മീൻസ് H1 ഈസ് എൻ ഇൻജെക്ഷൻ. സോ നമ്മൾ സി പ്രൂവ് ചെയ്തിരിക്കുന്നു. സോ ബി ഇംപ്ലൈസ് സി എന്നുള്ള പാർട്ടും പ്രൂവ് ചെയ്തു. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം സി ഇംപ്ലൈസ് എ എന്നാണ്. സി പറയുന്നത് എസ് എന്ന് എന്നിലേക്ക് ഒരു 1-1 മാപ്പ് ഉണ്ട് എന്നാണ്. അപ്പോൾ ആ 1-1 മാപ്പിനെ ഞാൻ ഒരു പേര് വിളിച്ചു, H1 എന്ന് വിളിച്ചു. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം എ ആണ്. എ എന്ന് പറയുന്നത് നമ്മുടെ എസ് കൗണ്ടബിൾ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് H1 എസ് എന്ന് എന്നിലേക്കുള്ള ഒരു ഇൻജെക്ഷൻ. അങ്ങനെയാണെങ്കിൽ ഇത് ഈ മാപ്പിനെ ഓൺ ടു ആക്കി മാറ്റുകയാണെങ്കിൽ ഇത് ബൈജക്ഷനായി മാറും. അപ്പം ഇത് ഓൺ ടു ആക്കണം എന്നുണ്ടെങ്കിൽ ഈ എന്ന് ഒന്നുകിൽ ഇതിൻ്റെ റേഞ്ച് ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മളിവിടെ റേഞ്ച് ഓഫ് H1 ഈ മാപ്പിൻ്റെ റേഞ്ച് എടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്നിൻ്റെ സബ്സെറ്റ് ആയിരിക്കും. ഞാൻ ഈ മാപ്പിനെ മാറ്റുന്നു. എസ് എന്ന് എന്നിലേക്ക് പോകുന്നതിന് പകരം എസിൻ്റെ ഇമേജിലേക്ക് പോകുക, H1 ഓഫ് എസ്. ഈ H1 ഓഫ് എസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എന്നിൻ്റെ സബ്സെറ്റ് ആയിരിക്കും. സോ ഞാൻ ഈ H1 പകരം ഈ എസ് എന്ന എന്നിലേക്ക് പോകുന്നതിന് പകരം അതിൻ്റെ റേഞ്ച് കോഡൊമൈൻ റെസ്ട്രിക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റേഞ്ചിലേക്ക് മാറ്റുന്നു. അതായത് H1 ഓഫ് എസ് എന്ന് പറയുന്നത് റേഞ്ച് ഓഫ് H1 ആണ്. സോ അതായത് ഞാൻ ഇതിനെ ഒരു പേര് വിളിച്ചു എഫ്.
ഫ്രം എസ് ടു H1 ഓഫ് എസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ആക്ച്വലി ഇത് 1 ആയിരുന്നു. ഇപ്പം റേഞ്ചിലേക്ക് സെറ്റ് ചെയ്തുകൊണ്ട് ഇത് ഓൺ ടൂവും കൂടിയായി. സോ ദിസ് ഇസ് എ ബൈജെക്ഷൻ. ഇനി H1 ഓഫ് എസ് സബ്സെറ്റ് ഓഫ് N ആണ്. Nനെ കുറിച്ച് നിങ്ങൾക്കറിയാം, N കൗണ്ടബിൾ ആണ്. ഈ N എന്ന് പറയുന്നത് അത് കൗണ്ടബിൾ ആണ്. N കൗണ്ടബിൾ ആണ്. H1 ഓഫ് എസ് സബ്സെറ്റ് ഓഫ് N ആണ്. നമ്മൾ നേരത്തെ റിസൾട്ട് പഠിച്ചിരുന്നു, സബ്സെറ്റ് ഓഫ് എ കൗണ്ടബിൾ സെറ്റ് ഈസ് കൗണ്ടബിൾ. ദാറ്റ് മീൻസ് ദിസ് H1 ഓഫ് എസ് ഈസ് കൗണ്ടബിൾ. കൗണ്ടബിൾ സെറ്റിന്റെ പ്രോപ്പർട്ടി അറിയാം. ഏത് കൗണ്ടബിൾ സെറ്റ് എടുത്തിട്ടുണ്ടെങ്കിലും അതിന് H1 ഓഫ് എസിലേക്ക് ഒരു ബൈജെക്ഷൻ ഉണ്ടാവും. അതാണ് കൗണ്ടബിൾ സെറ്റിന്റെ പ്രോപ്പർട്ടി. സോ ഞാൻ അതിനെ ആ മാപ്പിങ്ങിനെ G എന്ന് വിളിച്ചു. സോ G ഫ്രം N ടു H1 ഓഫ് എസ് ഇസ് എ ബൈജെക്ഷൻ. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ, നമുക്ക് വേണ്ട കാര്യം എസ് കൗണ്ടബിൾ ആണെന്നാണ്. എസ് കൗണ്ടബിൾ ആണെന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ Nന്ന് എസിലേക്ക് ഒരു മാപ്പിംഗ് ഡിഫൈൻ ചെയ്യാൻ പറ്റണം, ഒരു ബൈജെക്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റണം, ഒരു H ഡിഫൈൻ ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇത് ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ ഇത് രണ്ടും ഉണ്ട്. ഇതിൽ നിന്ന് എങ്ങനെ ഇതിലേക്ക് എത്തും? നമുക്ക് Nന്ന് എസിലേക്കാണ് പോകേണ്ടത്. ഇവിടെ Nന്ന് H1 ഓഫ് എസിലേക്കുണ്ട്, അതുപോലെ ഇവിടെ S H1 ഓഫ് എസിലേക്കുണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെ എഫ് ഇൻവേഴ്സ് എടുക്കാം. ബൈജെക്ഷൻ ആയതുകൊണ്ട് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും, ഇൻവേഴ്സും ബൈജെക്ഷൻ ആയിരിക്കും. എഫ് ഇൻവേഴ്സ് ഫ്രം H1 ഓഫ് എസ് ടു എസ്, ദാറ്റ് ഈസ് അഗെയിൻ എ ബൈജെക്ഷൻ. ഇനി നിങ്ങൾ കോമ്പോസിഷൻ എടുത്താൽ മതി. എങ്ങനെ കോമ്പോസിഷൻ എടുക്കണം? എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ G എടുത്തിട്ടുണ്ടെങ്കിൽ G Nന്ന് തുടങ്ങി H1 ഓഫ് എസിലേക്ക് എത്തി, എഫ് ഇൻവേഴ്സ് H1 ഓഫ് എസ് നിന്ന് എസിലേക്ക് പോയി. സോ N ടു എസ് കിട്ടി. ഈ എഫ് ഇൻവേഴ്സ് ഓഫ് കോമ്പോസിഷൻ Gനെ H ആക്കിയിട്ടെടുക്കുക. ദാറ്റ് മീൻസ് H ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് കോമ്പോസിഷൻ G. കോമ്പോസിഷൻ ഓഫ് ബൈജെക്ഷൻസ് ആർ ബൈജെക്ഷൻ. സോ H ഇസ് എ ബൈജെക്ഷൻ. സോ Nന്ന് എസിലേക്ക് നിങ്ങൾക്ക് ഒരു ബൈജെക്ഷൻ കിട്ടി. ദാറ്റ് മീൻസ് എസ് ഇസ് കൗണ്ടബിൾ. സോ നമ്മൾ എ പാർട്ടും സി അസ്യൂം ചെയ്തു, എന്നിട്ട് എ പ്രൂവ് ചെയ്തു. സോ നമ്മുടെ 3 സ്റ്റേറ്റ്മെൻറ്റും ഈക്വലൻ്റ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ.